കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുകയാകട്ടെ. രാത്രിയിൽ നമുക്ക് ഈ നിലയിൽ കടന്നു വന്ന് ദൈവവചനം കേൾക്കുവാനായിട്ടുള്ള അവസരം ലഭിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പാപക്ഷമ ഇത്രയും വലിയൊരു കാര്യമാണോ എന്നുള്ളതാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 4 വിഷയങ്ങളിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് പാപത്തിൻ്റെ ഗൗരവം അല്ലെങ്കിൽ പ്രാധാന്യം, ഭീകരത എന്നുള്ളതാണ്. തുടർന്ന് ഞാൻ പറഞ്ഞത് 4 വിഷയങ്ങളാണ് അതിലുള്ളത്. രണ്ടാമതായിട്ട് മാനുഷികമായ ധാർമ്മിക ഉത്തരവാദിത്വം. ഇന്ന് രാത്രികാലം ആ കാര്യമാണ് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. മൂന്നാമതായിട്ട് യഥാർത്ഥത്തിലുള്ളതായ കുറ്റബോധവും വ്യാജമായ കുറ്റബോധവും. നാലാമതായിട്ട് ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ ക്രോധവും എന്നുള്ളതാണ് വിഷയം. ഇന്ന് മാനുഷികമായ ധാർമ്മിക ഉത്തരവാദിത്വം മനുഷ്യന് പാപത്തോട് ബന്ധപ്പെട്ടുണ്ടോ, ദൈവവചനം എന്താണ് അതിന് പറയുന്നത് എന്നുള്ളതാണ് നാം ഇന്ന് ചിന്തിക്കാനായിട്ട് പോകും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ഈ 3-4 ക്ലാസ്സുകൾ അല്പം നമ്മൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ വിചാരിക്കും സാധാരണ സംസാരിക്കുന്ന കേൾക്കുന്ന വിഷയങ്ങളല്ല എന്ന്. എന്നാൽ ദൈവവചനത്തിൻ്റെ പഠനം നമുക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ വിഷയം നമ്മളിങ്ങനെ ചിന്തിക്കാൻ കാരണം പല ആളുകളും ക്രൈസ്തവ വിശ്വാസത്തെ വിമർശിക്കുന്നവരെ പറയുന്ന ഒരു വാക്കാണ് മനുഷ്യനെ പാപി എന്ന് വിളിക്കാനായിട്ട് പാടില്ല. അവൻ പാപത്തിൽ ജനിച്ചതുകൊണ്ട് പാപം ചെയ്യുന്നതാണ്, അവൻ്റെ വേണമെന്ന് വെച്ചല്ല ചെയ്യുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും അങ്ങനെ ആശയവിനിമയം ചെയ്യുന്ന ആളുകൾ ഇന്ന് ലോകത്തിലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മുടെ ക്രിസ്തീയ മണ്ഡലത്തിലും അങ്ങനെയുള്ള ചില വ്യക്തികളുണ്ട് എന്നെനിക്കറിയാം. അതിൻ്റെ മറ്റ് മേഖലകളിൽ കടക്കാനല്ല ഞാനിത് പറഞ്ഞു. പലപ്പോഴും നമ്മുടെ തന്നെ ജീവിതം പരിശോധിച്ചാൽ ജീവിതത്തിൽ എന്തെങ്കിലും പരാജയങ്ങളോ പിശകുകളോ ബുദ്ധിമുട്ടുകളോ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായാൽ നമ്മൾ സ്വാഭാവികമായുള്ള പ്രതികരണം അത് ചില ന്യായങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുള്ളതുപോലെ അത് നമ്മുടെ പഴയ സ്വഭാവമാണ്. അല്ലെങ്കിൽ പിതാക്കളിൽ നിന്നും നമുക്ക് ലഭിച്ചതായ പാപ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടെയാണ്. ചില ആളുകളോടൊക്കെ നമ്മൾ സംസാരിച്ച് നോക്കിയാൽ അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ അവർ പറയും ഞങ്ങളുടെ പ്രകൃതം അതാണ്, ഞങ്ങളുടെ കുടുംബമായിട്ട് ഞങ്ങൾ അങ്ങനെയുള്ള ഒരു രീതിയുള്ളതാണ്, പ്രതികരിക്കുന്ന ഒരു ആളുകളാണ്. ചില ആളുകൾ പെട്ടെന്ന് മുൻകോപികളാണ്. അവർ പറയുന്നത് ഞങ്ങളുടെ സ്വഭാവം അതാണ്, എല്ലാവർക്കും ഒരേപോലെയല്ലല്ലോ എന്ന രീതിയിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. മറ്റു ചിലർ പറയുന്നത് ഞങ്ങൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങൾ വളർന്നു വന്നതുകൊണ്ട് അവിടെ ചുറ്റുപാടുകളുടെ സ്വാധീനത്തിൽ ഞങ്ങളുടെ സ്വഭാവത്തിന് ഇങ്ങനെയുള്ള ചില പ്രത്യേകതകൾ വന്നുപോയി എന്നാണ്. മറ്റു ചിലർ പറയുന്നത് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾ വളർത്തിയതിൻ്റെ പോരായ്മ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ട് ഇടയാകുന്നത്, അതുകൊണ്ട് ഞങ്ങളുടെ കുറ്റമല്ല, അത് ഞങ്ങളുടെ മാതാപിതാക്കളുടെ കുറ്റമാണ്. അങ്ങനെ പല ന്യായങ്ങൾ കേട്ടാൽ ചിലതൊക്കെ ശരിയാണ് താനും എന്ന് നമുക്ക് തോന്നാം. എന്നാൽ ദൈവവചനം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ ഏത് രീതിയിൽ നാം വിശകലനം ചെയ്താലും ന്യായങ്ങൾ പറഞ്ഞാലും അതിൻ്റെ ഉത്തരവാദിത്വം നമ്മിൽ തന്നെ നിക്ഷിപ്തമാണ്. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. അതിൻ്റെ അർത്ഥം കാര്യങ്ങൾ ചിന്തിച്ച്
മനസ്സിലാക്കി യുക്തിസഹമായി തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കാനുള്ള കഴിവോടുകൂടിയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. മറ്റ് ജീവജാലങ്ങൾ നമുക്കറിയാം, പക്ഷി മൃഗാദികൾ അല്ലെങ്കിൽ അതെല്ലാം തന്നെ നൈസർഗികമായ ചില ജന്മവാസനകൾ അവർക്കുണ്ട്. നമുക്കറിയാം, ഒരു മൃഗം ചിലപ്പോൾ ഒരു പൂച്ചയോ അല്ലെങ്കിൽ പട്ടിയോ അതിൻ്റെ കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അത് ഒരു പ്രായപൂർത്തി എത്തി സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് വരെ അവരുടെ മാതാവ്, പ്രത്യേകിച്ച് പിതാവ് ഉണ്ടാകാൻ സാധ്യത കുറവാണ്, മാതാവ് അതിനെ പരിപാലിക്കുകയും കൊണ്ടു നടക്കുകയും ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാൻ സാധിക്കും. മനുഷ്യരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ചെയ്യുന്നത്. എന്നാൽ അതിൽ നിന്ന് അപ്പുറത്തേക്ക് പിന്നീട് ഈ മൃഗങ്ങൾക്ക് കുറച്ച് പ്രായമായി സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ അവരവരുടെ കാര്യം നോക്കി അങ്ങ് ജീവിക്കും. ഞാൻ കേട്ടിട്ടുള്ളത്, ഈ കഴുകന്മാർ വലിയ ഉയരത്തിൽ കൂടുവയ്ക്കുന്ന പക്ഷികളാണ്. കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പറക്കാനായിട്ട് കഴിയുന്നത് വരെ അവരവിടെ തീറ്റിപ്പോറ്റിയൊക്കെ വളർത്തും. ചിലപ്പോൾ ഈ തള്ളപ്പക്ഷിയുടേതായ പരിപാലനം ലഭിച്ചിട്ട് പിന്നീട് ഈ കുഞ്ഞുങ്ങൾ അവിടെ തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഈ തള്ളപ്പക്ഷിക്ക് മനസ്സിലായി ഇവർക്ക് സ്വന്തമായി പറക്കാനും കാര്യങ്ങൾ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ പതിയെ അവർ അതിനെ തള്ളിയിടുമ്പോൾ തനിയെ അത് പറക്കുമ്പോൾ അതിന് മനസ്സിലായി എനിക്ക് പറക്കാൻ കഴിയും, എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അങ്ങനെ അത് സ്വതന്ത്രമായി ജീവിക്കും. അപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും നൈസർഗികമായ ചില കഴിവുകളുണ്ട്. എന്നാൽ മനുഷ്യൻ അതിൽ നിന്ന് വിഭിന്നനാണ് എന്ന് പറഞ്ഞാൽ അവന് ദൈവത്തിൻ്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനും സൃഷ്ടിച്ചതുകൊണ്ട് സ്വന്തമായി തീരുമാനങ്ങളെടുക്കാനും തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാനുള്ള ആ കഴിവോടുകൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അത് അവൻ്റെ ഉത്തരവാദിത്വത്തിൽ ഉള്ള കാര്യമാണ്. കാരണം നമുക്കറിയാം, ആദം ഹൗവ ദമ്പതികൾ ഏദൻ തോട്ടത്തിലായിരുന്നു. അവർക്ക് ചില നിബന്ധനകൾ അവിടെ വെച്ചിരുന്നു. എന്നാൽ എല്ലാം ദൈവം അവിടെ ഒരുക്കി കൊടുത്തു. ദൈവം അവരുടെ പിന്നാലെ നടന്ന് അത് ചെയ്യ് ഇത് ചെയ്യ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്. അത് അവർ യുക്തിപരമായി ആലോചിച്ച് സ്വന്തം ഉത്തരവാദിത്വത്തിൽ ചെയ്യുവാൻ ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ചരിത്രം നാം പഠിച്ചാൽ ദൈവം തന്ന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഉത്തരവാദിത്വം നാം ശരിയായി ഉപയോഗിച്ചാൽ അതിൻ്റെ ഗുണവും തെറ്റായി ഉപയോഗിച്ചാൽ അതിൻ്റെ പരിണതഫലവും നാം അനുഭവിക്കണം. അതാണ് ദൈവിക വ്യവസ്ഥ. അപ്പോൾ ദൈവം മനുഷ്യനെ ഉത്തരവാദിത്തമുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കിച്ച്. അപ്പോൾ അവൻ ചെയ്യുന്ന തെറ്റായാലും ശരിയായാലും അതിൻ്റെ ഉത്തരവാദിത്വം അവനിൽ നിക്ഷിപ്തമാണ്. അവൻ ഉത്തരവാദിയാണ്. ഇംഗ്ലീഷിൽ പറയാനുള്ളത് അക്കൗണ്ടബിളാണ് എന്ന് പറഞ്ഞാൽ കണക്ക് കൊടുക്കേണ്ടവനാണ്. നമുക്കറിയാം, ഈ നമുക്ക് ഇപ്പോൾ കുറച്ചുകൂടി കർക്കശമായ നിയമങ്ങളൊക്കെ ഉണ്ട്. വരുമാനത്തിൻ്റെ കണക്കുകളൊക്കെ അറിയാൻ വേണ്ടിയാണ് ബാങ്ക് വഴിക്ക് ഈ ട്രാൻസാക്ഷനൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മറ്റതൊക്കെ കാശൊക്കെ വെട്ടിച്ച് അല്ലെങ്കിൽ കണക്ക് പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ടാക്സൊക്കെ സർക്കാരിന് കിട്ടാൻ വേണ്ടിയാണ് ആ നിലയിലുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ഉദ്ദേശം ഈ വ്യക്തിക്കൊരു ഉത്തരവാദിത്തമുണ്ട്. രാജ്യത്ത് നിലവിലെ നിയമങ്ങൾ പാലിച്ച് ഈ നികുതി അടയ്ക്കണം. മനുഷ്യൻ്റെ സഹജമായ സ്വഭാവം അത് ഏതെങ്കിലും രീതിയിൽ ഒഴിവാക്കാനുള്ള സൂത്രങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത്. അതിൻ്റെ അർത്ഥം സർക്കാരിൻ്റെ തന്നെ ഈ ലോകത്തിൻ്റെ സംവിധാനങ്ങൾ തന്നെ ആ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പോരാ നാം ഈ കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു പോകുന്നത് ഇതിൻ്റെ വിഷയത്തിൻ്റെ ആ പ്രത്യേകത മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കോടതികളിൽ നിയമ സംവിധാനങ്ങൾ, നീതിന്യായ കോടതികളുണ്ട്. നീതിന്യായ കോടതികൾ ഒരു കുറ്റവാളിയെ അവിടെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ആ വ്യക്തിക്കെതിരായ കുറ്റങ്ങൾ അവിടെ ആരോപിക്കപ്പെടുന്നു, തെളിവുകൾ ഹാജരാക്കുന്നു. ന്യായാധിപൻ അല്ലെങ്കിൽ ജഡ്ജി വക്കീൽമാരെ വാദിക്കുന്ന തെളിയിക്കുകയൊക്കെ ചെയ്തിട്ട് ന്യായാധിപൻ ഒരു തീരുമാനത്തിലെത്തുന്നു, ഈ വ്യക്തി കുറ്റവാളിയാണ്, ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് വിധിന്യായം പുറപ്പെടുവിക്കുമ്പോൾ അതിലൂടെ വെളിപ്പെടുത്തുന്ന സത്യം എന്താ? ഈ തെറ്റ് ചെയ്തതിൻ്റെ ഉത്തരവാദി ഈ വ്യക്തിയാണ്. ആ വ്യക്തി പറയുകയാണ്, ഈ സമൂഹത്തിൽ എത്ര പേരുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ, അവരാരും പിടിക്കുന്നില്ലല്ലോ, ഇതുപോലെ പല ആളുകളും ചെയ്തിട്ടുണ്ട്, അവരാരും പിടിക്കപ്പെട്ടില്ലല്ലോ. ഇതൊന്നും പറഞ്ഞതുകൊണ്ട് കോടതിയിൽ വില പോകുന്നതല്ല. കാരണം നിയമം പറയുന്നത്
നീ ചെയ്ത കാര്യത്തിന് നീ ഉത്തരവാദിയാണ് എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യ സൃഷ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ആ വ്യക്തി തന്നെയാണ് ഉത്തരവാദിത്വം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ടാകാം, ഞാൻ പാപിയായത് അല്ലെങ്കിൽ നാം ഒക്കെ പാപിയായി ജനിച്ചത് ആദാമ്യ സ്വഭാവം ഉള്ളത് കൊണ്ടല്ലേ, അതല്ലേ നമ്മുടെ പ്രശ്നം. ശരിയാണ്. ദൈവവചനം എന്താണ് പറയുന്നത്? റോമാലേഖനം 12-ാം അധ്യായത്തിൽ 2-ാം വാക്യം വളരെ പരിചിതമായ വാക്യമാണ്, അതൊന്ന് വായിക്കാം. ഈ ലോകത്തിന് രൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നലെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഇത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളായവരോട് പറയുന്ന കാര്യമാണെങ്കിൽ കൂടെ അവിടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? മനസ്സിന് പുതുക്കം പ്രാപിച്ച് രൂപാന്തരം വരുത്താനായിട്ടൊരു വ്യക്തിക്ക് കഴിയും. ജന്മന അവന് ആ സ്വഭാവം ഉണ്ടെങ്കിൽ കൂടെ അവന് ദൈവത്തിൻ്റെ സഹായത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ദൈവവചനം മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തി അതിന് കീഴ്പ്പെടുമെങ്കിൽ, ഇവിടെ വായിക്കുന്നത് ലോകത്തിന് അനുരൂപരാക്കരുത് എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള ആളുകളൊക്കെ പലരും ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും നിന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നില്ല. നിനക്ക് രൂപാന്തരം വരുത്താൻ നിന്നെക്കൊണ്ട് സാധിക്കും. അതായത് നാം ജനിച്ചപ്പോൾ ഇങ്ങനെ ആയിരുന്നു, എൻ്റെ സ്വഭാവം ഇതായിരുന്നു എന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല. ദൈവവചനം പറയുന്നത് മാറ്റങ്ങൾ വരുത്താനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളതാണ്. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ആദ്യ മനുഷ്യനിൽ നിന്ന് നമുക്ക് ലഭിച്ച സ്വഭാവം നമ്മുടെ ഉള്ളിൽ വളരെ ശക്തമായിട്ട് നിൽക്കുന്ന കാര്യമാണ്. നമുക്കറിയാവുന്ന ചില വേദഭാഗങ്ങൾ വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യം. മർക്കോസ് 7-ന്റെ 20 മുതൽ 23 വരെയുള്ള വാക്യം. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നതേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അവനിൽ നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നും അവൻ പറഞ്ഞു. ഈ ഭാഗത്തിൻ്റെ പശ്ചാത്തലം 7-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം മുതൽ വായിച്ചാൽ നമുക്കറിയാം. അവിടെ വേണ്ടത്ര കൈകഴുകാതെ എന്ന് പറഞ്ഞാൽ ആചാരപരമായ കഴുകലൊന്നും നടത്താതെ ശിഷ്യന്മാർ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ അവരെ കുറ്റപ്പെടുത്തി കർത്താവ് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ബാഹ്യമായ വിശുദ്ധിയൊക്കെ നിങ്ങൾ നോക്കുന്നവരാണ്, ആന്തരികമായ വിശുദ്ധി നോക്കണം. അതിന് വിശദീകരിച്ചുകൊണ്ടാണ് ഈ ഭാഗം പറയുന്നത്. അവിടെ 2-3 വാക്കുകൾ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ പറയുന്നത്. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്ന ദത്രേ മനുഷ്യനെ ശുദ്ധമാക്കുക എന്ന്, മനുഷ്യനിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. ഇനി അതിൻ്റെ 23-ാം വാക്യം വായിക്കുന്നത്, ഈ ദോഷങ്ങളെല്ലാം അകത്ത് നിന്ന് പുറപ്പെടുന്നു, മനുഷ്യനെ ശുദ്ധമാക്കും. മറ്റേത് അവിടെ 21-ാം വാക്യത്തിൽ മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. നമ്മൾ പലപ്പോഴും കാണുന്നത് അബാഹ്യമായ പ്രകടനങ്ങൾ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ കോപിക്കുന്നു, ഒരാൾ കൊലപാതകം നടത്തുന്നു, അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ദൈവം പറയുന്നത് അങ്ങനെയല്ല. ഇതൊക്കെ ബാഹ്യമായി കാണുന്നതാണെങ്കിൽ ഇതൊക്കെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്, ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ഈ ദോഷങ്ങളെല്ലാം അകത്ത് നിന്ന് പുറപ്പെടുന്നതാണ്, പുറമേ നിന്നുള്ളതായ കാര്യങ്ങളല്ല. എന്ന് പറഞ്ഞാൽ കർത്താവോട് സ്ഥാപിക്കുന്നത് ഓരോ വ്യക്തിയും അവൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഉത്തരവാദിത്വമുള്ളവനും അത് അവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെളിയിൽ വരുന്നതാണ്. പലപ്പോഴും നമ്മൾ ന്യായങ്ങൾ പറയുന്നത്, ഒരു പ്രശ്നമുണ്ടായാൽ നമ്മളെന്താ പറയുന്നത്, ആ വ്യക്തി എന്നെ കോപിപ്പിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഇത്രയും രൂക്ഷമായി പറഞ്ഞപ്പോൾ ഞാൻ പ്രതികരിച്ചതാണ്, അല്ലെങ്കിൽ ഇന്ന സാഹചര്യങ്ങൾ വന്നപ്പോൾ അതിനനുസരിച്ച് ഞാൻ പ്രതികരിച്ചു, അല്ലെങ്കിൽ ചെയ്തു പോയി, പറഞ്ഞു പോയി എന്നൊക്കെയാണ്. എന്നാൽ ദൈവവചനം പറയുന്നത് അങ്ങനെയല്ല. ദൈവവചനം പറയുന്നത് നിൻ്റെ ഉള്ളിൽ ഉള്ള ആ സ്വഭാവങ്ങൾ വെളിയിൽ വരുന്നതാണ് ഈ പ്രകടനങ്ങളൊക്കെ, ഈ പ്രവർത്തനങ്ങളൊക്കെ. ഈ സംഭവങ്ങൾ പറയുമ്പോൾ നമ്മുടെ ക്രിസ്തീയ മണ്ഡലത്തിൽ തന്നെയുള്ളൊരു ഉപദേശമാണ്, മനുഷ്യൻ ഇതൊക്കെ ചെയ്യുമെങ്കിലും രക്ഷിക്കപ്പെടാനായിട്ട് എന്നുള്ളതൊക്കെ ദൈവം നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, ദൈവത്തിൻ്റെ വചനത്തിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന്.
വേദപുസ്തകം നാം പഠിച്ചാൽ ഈ രണ്ട് കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ രണ്ട് വാക്യങ്ങൾ നമുക്ക് ആദ്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന് 44-ാം വാക്യം. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇവിടെ കർത്താവ് പറയുന്ന ഒരു വാചകമാണത്. എൻ്റെ പിതാവ്, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടില്ലാതെ ആർക്കും എൻ്റെ അടുക്കാൻ വരുവാൻ കഴിയുന്നതല്ല. ഇനി അതേ യോഹന്നാൻ ലേഖനം തന്നെ, യോഹന്നാന്റെ സുവിശേഷം തന്നെ 5-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യം, അതിന് 39-40 വാക്യം. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഒരേ സമയത്ത് കർത്താവ് പറയുകയാണ്, പിതാവ് ആകർഷിച്ചിട്ടാണ് എൻ്റെ അടുക്കിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ പിതാവിൻ്റെ പ്രവർത്തനത്തിലാണ് അത് സംഭവിക്കുന്നത്. അതേ സമയത്ത് അതിൻ്റെ മറുവശം കൂടി കർത്താവ് പറയുകയാണ്, നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് പറയും, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം മറ്റുള്ളവരെ ദൈവത്തിന് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് മനസ്സില്ല. ഇത് പറയുന്ന ആരോടാണെന്നറിയാമോ? യഹൂദന്മാരായ നേതാക്കന്മാരോടാണ്. എന്ന് പറഞ്ഞാൽ ശാസ്ത്രിമാർ, പരീക്ഷന്മാർ, മഹാപുരോഹിതന്മാർ, അങ്ങനെ മതത്തിൻ്റെ നേതാക്കന്മാർ, അവരൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അവരെല്ലാം ശരിയായി ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവരാണ്, ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവരാണ് എന്നാണ്. എന്നാൽ ഇവിടെ പറയുന്നത് നിങ്ങളങ്ങനെയല്ല. ഇതിൻ്റെ ഈ 8-ാം അധ്യായത്തിലേക്ക്, യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ഒരു കാര്യം കൂടി കർത്താവ് കടത്തി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ രൂക്ഷമായി പറയുന്നതായിട്ട് നാം കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ 43-ഉം 44-ഉം വാക്യം. എൻ്റെ ഭാഷ നിങ്ങൾ ഗ്രഹിക്കാത്തതെന്ത്? എൻ്റെ വചനം കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടത്രേ. നിങ്ങൾ പിശാചിന്റെ പിതാവിൻ്റെ മക്കൾ. നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവൻ സത്യമില്ലായതുകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവൻ അതിൻ്റെ അപ്പനുമാകും. ഇവിടെ കർത്താവ് മറ്റൊരു കാര്യം കൂടി പറയുകയാണ്, എൻ്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ല, ഇതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ ഭാഷണങ്ങളൊക്കെ ശ്രദ്ധിക്കാത്തത്. എന്നിട്ട് കർത്താവോട് പറയുന്നു, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞാൽ, ഞാനീ ഭാഗം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ മുഖത്ത് നോക്കി വലിയ കാര്യങ്ങളൊക്കെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾ നോക്കി നിങ്ങൾ കള്ളന്മാരാണ്, നിങ്ങൾ പിശാചിൻ്റെ മക്കളാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കെന്ത് പ്രതികരണം ഉണ്ടാവും? ഇവിടെ യഹൂദന്മാരായ നേതാക്കന്മാർ ഈ കാര്യങ്ങളെ പറയുമ്പോൾ അവരുടെ മുമ്പിൽ നോക്കി പറയുമ്പോൾ തീർച്ചയായും വൈരാഗ്യവും കോപവും അല്ലെങ്കിൽ അവനെ കൊന്നുകളയാൻ തക്കമുള്ള കാരണങ്ങളൊക്കെ ഇവിടെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയായി കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് മനസ്സില്ല, നിങ്ങൾ പിശാചിൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. അപ്പോൾ ഒന്ന്, നമ്മുടെ ഉള്ളിൽ ജന്മനാ ഉള്ള സ്വഭാവത്തിൻ്റെ സ്വാധീനം. 2, നിങ്ങൾ പാപത്തിൻ്റെ പിടിയിലും പിശാചിൻ്റെ അധീനതയിലും കഴിയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് കഴിയാത്തത്. അപ്പോൾ ധാർമ്മികമായ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത് കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് ദൈവവചനം കേട്ട് മാനസാന്തരപ്പെടുവാനായിട്ടുള്ള ആഹ്വാനമാണ് കർത്താവ് അവിടെ കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ ഈ ഭാഗം ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ക്രിസ്തുവിശ്വാസികളായിട്ടുള്ള ആളുകൾ, ദൈവമക്കളായി തീർന്നിട്ടുള്ള ആളുകൾക്കും ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ നാം ദൈവമക്കളായി തീർന്നു, നിത്യജീവിത അവകാശികളാണ്, രക്ഷ നഷ്ടപ്പെട്ടു പോകുകയില്ല എന്ന് നാം മനസ്സിലാക്കുന്നു, പഠിപ്പിക്കുന്നു, ശരിയാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ സ്വഭാവങ്ങളും പ്രകൃതികളും നമ്മുടെ ഇടപാടുകളൊക്കെ പാപത്തിൻ്റേതായ സ്വാധീന വലയത്തിൽപ്പെട്ട് ചിലപ്പോഴൊക്കെ പോകുന്നതായിട്ട് നമുക്ക് തന്നെ ബോധ്യമുണ്ട്. അത് നാം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമെന്ന് വെച്ചാലോ, നമ്മളൊരു തീരുമാനമെടുത്ത് ചില കാര്യങ്ങൾ കുടുംബത്തിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ സഭയിലോ ഒക്കെ ഇടപാടുകളുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ നമ്മൾ ഉള്ളിലെടുത്തു. ചില നാളുകൾ കഴിയുമ്പോൾ ആ തീരുമാനം പിശകായിരുന്നു അല്ലെങ്കിൽ അതിന് പൈടുന്ന ഫലമൊക്കെ അനുഭവിക്കുകയാണ് നമ്മൾ.
ഞാനും അങ്ങനെ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. എൻ്റെ തൊഴിൽ രംഗത്തും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ അങ്ങനെ പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പിന്നെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു കുറ്റബോധം വരും. എന്തെന്നറിയാമോ, അത് അപ്പം അങ്ങനെ പറയണ്ടായിരുന്നു, ഇത്രയും രൂക്ഷമായ ഭാഷയിൽ പറയാതിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോയ സന്ദർഭങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടാവും. അല്ലെങ്കിൽ വീട്ടിലെ ചില പ്രശ്നങ്ങളാണെങ്കിലും ചിലപ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും. പിന്നീട് ആ പശ്ചാത്താപം അല്ലെങ്കിൽ ആ കുറ്റബോധം നമുക്ക് വരുന്നതിൻ്റെ കാരണം എന്താ? നമ്മുടെ മനസ്സാക്ഷി തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്, ഈ കാര്യം ചെയ്യാനായിട്ടുള്ള ബോധ്യം നിനക്കുണ്ടായത് തെറ്റായ നിൻ്റെ ഉത്തരവാദിത്വ പ്രയോഗം കൊണ്ടാണ് എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് അങ്ങനെ പറയാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത് ഇങ്ങനെയാണ്: ഓരോ വ്യക്തിയുടെയും പാപത്തിൻ്റെതായ പ്രവർത്തനങ്ങൾക്ക് ആ വ്യക്തി ഉത്തരവാദപ്പെട്ടവനാണ് ദൈവം മുമ്പാകെ എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ നാം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ യേശു കർത്താവ് മനുഷ്യനായിട്ട് കടന്നു വന്ന് ഈ ലോകത്തിൽ ജീവിച്ച സമയത്ത് മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത്. അത് മുഴുവൻ വായിക്കേണ്ട. അതിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: 19ഉം 20ഉം വാക്യങ്ങൾ, 21 വാക്യം മാത്രം വായിച്ചാൽ മതി. ചതഞ്ഞോട അവൻ ഒടിച്ചു കളകയില്ല, പുകയുന്ന തിരി എടുത്തു കളകയില്ല. അവൻ ന്യായവിധി ജനത്തോളം നടത്തും, അവന്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും. എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതിയുണ്ട്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിട്ട് ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ആ സ്വഭാവത്തെ യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചത് തൻ്റെ പ്രായോഗിക തലത്തെ വെളിപ്പെടുത്തി എന്നാണ് മത്തായി ഇവിടെ കാണിക്കുന്നത്. അവിടെ പറയുന്നത്, നമ്മോടുള്ള ബന്ധത്തിൽ നാം ഏത് രീതിയിൽ പ്രതികരിച്ചാലും നമ്മെ വേണ്ട എന്ന് പറഞ്ഞ് എടുത്ത് കളയുന്നവനല്ല അവൻ. 103-ാം സങ്കീർത്തനത്തിലെ 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 103-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യവും 14-ാമത്തെ വാക്യവും. അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ കൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്നവൻ ഓർക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ പ്രകൃതി അറിയാവുന്ന നാം വെറും പൊടിയാണ്, മണ്ണാണ്, അല്ലെങ്കിൽ ഉണ്ടായ ബലഹീനരായ മനുഷ്യനാണെന്ന് വെച്ചുകൊണ്ട് 50-ാം വാക്യം നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് അതിനോട് ഈക്വൽ ആയിട്ട് നമ്മോട് ചെയ്യുന്നില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ഇങ്ങനെയുള്ള തെറ്റുകളോ പോരായ്മകളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ കൂടെ ദൈവം നമ്മോട് വളരെ കരുണ കാണിക്കുന്നവനാണ് എന്നാണ് വേദപുസ്തകം നമ്മോട് പഠിപ്പിക്കുക. എന്നാൽ മനുഷ്യന് ഈ തീരുമാനങ്ങൾ എടുക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഉള്ള സാധ്യത തിരുവെഴുത്ത് ആദ്യം മുതലേ നാം ശ്രദ്ധിച്ചാൽ കാണാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം നാം വായിക്കുമ്പോൾ, ആവർത്തന പുസ്തകം പ്രത്യേകിച്ച് വായിച്ചു നോക്കിയാൽ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്: നിങ്ങൾ അന്യദൈവങ്ങളെ സേവിക്കരുത്, ദൈവപക്ഷത്ത് വിശ്വസ്തരായി നിൽക്കണം, മോശയായ ഞാൻ ഇതാ കടന്നു പോകുകയാണ്, നിങ്ങൾ ശ്രദ്ധയോടെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന പല ഭാഗങ്ങളുണ്ട്. ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ ഭാഗത്തേക്ക് വരുമ്പോഴാണ് അതിൻ്റെ മോശ അവരോട് യാത്ര പറഞ്ഞ് പോകാനായിട്ട് നിൽക്കുന്ന ആ രംഗമാണ്. 30-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 15-ാം വാക്യവും അതിൻ്റെ 20-ാമത്തെ വാക്യവും നമുക്ക് വായിക്കാം. ഇതാ ഞാൻ ഇന്നും ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ വാക്ക് കേട്ടനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിന് ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സുമാകും. 15-ാം അധ്യായത്തിൽ വാക്യത്തിൽ നാം കാണുന്നത്, നിന്റെ മുമ്പിൽ 2 കാര്യങ്ങൾ ഞാൻ വയ്ക്കും, ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുമ്പിൽ വെച്ചു. 20-ാമത്തെ വാക്യത്തിൽ അവൻ വായിക്കുന്നത്, നിനക്ക് തിരഞ്ഞെടുക്കാം, ശരിയായ മാർഗം തിരഞ്ഞെടുക്കാനായിട്ട് നിന്റെ മുമ്പിൽ ഞാൻ വയ്ക്കുന്നു.
യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ യോശുവയുടെ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നുമ്പോൾ നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യമാണ് യോശുവയുടെ പുസ്തകം അതിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തുകൾക്ക് ദേശത്തിലെ അമ്മോയരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും എന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളി. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ആ അവസാന ഭാഗം പലപ്പോഴും നമുക്കറിയാവുന്നതാണ്. പല വീടുകളിലൊക്കെ അത് എഴുതി സൂക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ പശ്ചാത്തലം അതിന് മുമ്പുള്ള ഭാഗത്താണ് നാം വായിക്കുന്നത്. നിങ്ങൾ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിനുള്ളതായ അവസരം യോശുവയുടെ ആ കാലഘട്ടം അവസാനിക്കുകയാണ്. അവരെ പറഞ്ഞേൽപ്പിക്കുക. മോശയും തൻ്റെ കാലഘട്ടം അവസാനിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തോട് പറയുന്നു, നിങ്ങൾ തിരഞ്ഞെടുക്കണം ശരിയായ പാത. നിങ്ങളുടെ മുമ്പിൽ മരണവും ദോഷവും ഒക്കെ ഉണ്ട്, നല്ലതും മോശമായ കാര്യങ്ങളുമുണ്ട്. ശരിയായത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. യോശുവ പറയുന്നു, നിങ്ങൾ ആരെ സേവിക്കുമെന്ന് നിങ്ങളൊക്കെ തിരഞ്ഞെടുക്കാം. ഞാൻ യഹോവയെ സേവിക്കും, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. അങ്ങനെ തിരഞ്ഞെടുത്തതായ കാര്യങ്ങൾ കാണാൻ സാധിക്കും. പഴയ നിയമ ഭാഗത്തേക്ക് ആദ്യ വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ചരിത്രം നമുക്കറിയാം. അത് ഭാഗം വായിക്കേണ്ട, നാം പറഞ്ഞു പോകാം. അബ്രഹാമും ലോത്തും വളരെ സമ്പൽ സമൃദ്ധിയായി അവർ ദേശത്ത് ഒന്നിച്ച് പാർക്കാൻ കഴിയാതെ വണ്ണം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ രംഗം വന്നു. അബ്രഹാം, ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ വളരെ ചിന്തിക്കാറുണ്ട്. അബ്രഹാമാണ് സീനിയർ, അബ്രഹാമാണ് ദൈവത്തിന് വിളി കേട്ടത്, അബ്രഹാമിൻ്റെ കൂടെ പോന്നാൽ ലോത്ത്. പക്ഷേ തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഫസ്റ്റ് ചോയ്സ് കൊടുക്കുന്നത് ലോത്തിനാണ്. സാധാരണഗതിയിൽ സംഭവിക്കുന്നതല്ല. കാരണം അബ്രഹാമിനെ വേണേൽ പറയും, ഞാനാണ് വീട്ടിലെ മുതിർന്ന ആൾ, എൻ്റെ കൂടെ വന്നതാണ്, ഞാൻ ചില ഭാഗങ്ങൾ തിരഞ്ഞെടുക്കും, ബാക്കിയുള്ളത് നിനക്ക് പോകാം. അങ്ങനെയല്ല അവിടെ നാം വായിക്കുന്നു. നീ പടിഞ്ഞാറോട്ടെങ്കിൽ ഞാൻ കിഴക്കോട്ട്, നീ തെക്കോട്ടെങ്കിൽ ഞാൻ വടക്കോട്ടെ എന്ന് പറഞ്ഞാൽ നിനക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ലോത്ത് ചെയ്തത് നമുക്കറിയാം. ലോത്ത് നോക്കിയപ്പോൾ യോർദാൻ്റെ കിഴക്കുള്ളതായ പ്രദേശം യഹോവയുടെ തോട്ടം പോലും, അവിടെ ആ ഭാഗം എഴുതിയിട്ട് 13-ാം അധ്യായത്തിലാണ് ആ ഭാഗമുള്ളത്. അവിടെ വായിക്കുന്നത് യഹോവയുടെ തോട്ടം പോലെ മനോഹരമായ ദേശമാണ്. അത് കണ്ടപ്പോൾ അവൻ തിരഞ്ഞെടുത്തു. ആ ഭാഗത്തിൻ്റെ 2-3 വാക്യങ്ങൾ അങ്ങോട്ട് താഴോട്ട് വായിക്കുമ്പോൾ സോദോം നിവാസികൾ യഹോവയുടെ മുമ്പാകെ മഹാദുഷ്ടരും പാപികളുമായിരുന്നു എന്നും കൂടെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മഹാദുഷ്ടരും പാപികളുമായിരുന്നെങ്കിലും ഭൗതിക നേട്ടം കണ്ടപ്പോൾ ലോത്ത് അത് തിരഞ്ഞെടുത്തു. അബ്രഹാം ലോത്ത് തിരഞ്ഞെടുത്തതിന് തിരിച്ച് ഉള്ള ഭാഗത്തേക്ക് അബ്രഹാം പോയി. അപ്പോൾ തിരഞ്ഞെടുപ്പ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം, ഉത്തരവാദിത്വം മനുഷ്യന് നിക്ഷിപ്തമാണെന്ന് ചരിത്രം നാം പഠിച്ചാനായിട്ട് കാണാൻ സാധിക്കും. നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായി സുവിശേഷം 25-ാം അധ്യായം 23-ാം അധ്യായം അതിൻ്റെ 37 മുതൽ 39 വരെയുള്ള വാക്യം. പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറുകയും ചെയ്യുന്നവരെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ യെരുശലേമിനെ നോക്കി കർത്താവ് പറയുന്ന ഒരു ഭാഗമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വാക്കുകൂടെ ലൂക്കോസ് ചേർത്തിട്ടുണ്ട്. അവൻ യെരുശലേം നഗരത്തെ നോക്കി കരഞ്ഞു എന്നാണ് വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ സമീപനത്തിൻ്റെ പ്രത്യേകത കണ്ടുകൊണ്ട് വളരെ ദുഃഖത്തോടു കൂടെയാണ് ഈ കാര്യം അവിടെ പറയുന്നത്. അവിടെ പറയുന്നത് എന്താ? എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനഃപൂർവ്വം എന്നെ സ്വീകരിക്കാതിരിക്കത്തക്കവണ്ണം ഉണ്ടായി. അതിൻ്റെ പരിണത ഫലമായിട്ട് നിങ്ങൾ ശിക്ഷാവിധിയിലേക്ക് നീങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ പുതിയ നിയമകാലത്ത്, കർത്താവിൻ്റെ കാലത്തും ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ലഭ്യമായ യെരുശലേം അല്ലെങ്കിൽ യഹൂദ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിനും ഈ പ്രശ്നമുണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ
നാം വിചാരിക്കും ഈ ഉത്തരവാദിത്വം എടുക്കുക അല്ലെങ്കിൽ ഉത്തരവാദിയാണെന്ന് പറയുന്നത് അവൻ്റെ സ്വഭാവ ഗുണമാണോ? അതല്ല. അവൻ്റെ ശരിയായ ഉത്തരവാദിത്വം എന്ന് പറയാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ മൃഗങ്ങളെക്കാൾ വ്യത്യസ്തനായതിൻ്റെ പ്രത്യേകമായ അവൻ്റെ ശരിയായ സത്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സത്വം എന്ന വാക്ക് മലയാളത്തിൽ അതാണ് ആ ശരിയായ പദപ്രയോഗം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മലയാളത്തിലെ പല പ്രയോഗങ്ങളും നമുക്ക് തെറ്റായിട്ടുള്ള അർത്ഥങ്ങളാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. മലയാളം ഡിക്ഷണറി ഉണ്ടെങ്കിൽ അതിൻ്റെ ആ തെറ്റുകളൊക്കെ തിരുത്താനായിട്ട് കഴിയും. പോട്ടെ, ഞാൻ പറയട്ടെ, ഒരു വ്യക്തിയുടെ സത്വം അല്ലെങ്കിൽ സത്ത എന്ന് പറയുന്നത് അവൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അവൻ ചെറുപ്പത്തിലായാലും പ്രായപൂർത്തിയായാലും വിവാഹം കഴിച്ച മക്കളായാലും കുടുംബസ്ഥനായി ജീവിക്കണം, ജോലി സ്ഥലത്തായാലും സഭയിലായാലും സമൂഹത്തിലായാലും ചില ഉത്തരവാദിത്തങ്ങൾ അവനുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് പോകുമ്പോഴാണ് ഒരു സമൂഹം, ഒരു സഭ, ഒരു ഭവനം ശരിയായി മുമ്പോട്ട് പോകുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. ഞാനിത് പറയുമ്പോൾ ഞാൻ ഈ ഭാഗം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ശ്രദ്ധയിലേക്ക് മറ്റൊരു വിഷയം കൂടെ കടന്നു പോകും. അത് കൂടെ ഞാൻ ഇതിനോട് ചേർത്ത് പെട്ടെന്ന് പറഞ്ഞു പോകണം എന്ന് ഞാൻ വിചാരിക്കുക. ഈ ശരിയായ തീരുമാനങ്ങൾ നമ്മൾ എടുത്തില്ല എന്ന് വിചാരിക്കുക, എന്ത് സംഭവിക്കും? രക്ഷിക്കപ്പെട്ടവർക്കായാലും രക്ഷിക്കപ്പെടാത്തവർക്കായാലും നമുക്ക് രണ്ട് ന്യായവിധികളെക്കുറിച്ച് കാണാൻ സാധിക്കും. ഒന്ന്, ന്യായാസനം, ക്രിസ്തുവിൻ്റെ ന്യായാസനം വിശ്വാസിയെ സംബന്ധിച്ചാണെങ്കിൽ, രക്ഷിക്കപ്പെടാത്തത് സംബന്ധിച്ച് ദൈവത്തിൻ്റെ വെള്ളസിംഹാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. എന്തിനാണ് അത്? ആ ഭാഗങ്ങൾ നമുക്ക് അറിയാവുന്ന ഭാഗങ്ങളാണെങ്കിൽ കൂടെ ഒന്ന് വായിക്കാം. റോമാലേഖനം 14-ാം അധ്യായം അതിന് 12-ാം വാക്യം മാത്രം വായിച്ചാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ ദൈവമക്കൾ നിൽക്കുന്ന കാര്യമാണ്. എന്നിട്ട് അവിടെ പറയുന്നത്, നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഞാൻ ശരിയായി നിർവഹിച്ചിട്ടുണ്ടോ? അത് ഇപ്പോൾ സാധാരണഗതിയിൽ ഞാനിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ മരണ ശുശ്രൂഷകളിലൊക്കെ സംബന്ധിക്കുമ്പോഴേ അവിടെ ആളുകൾ അത് സാധാരണ നമ്മുടെ രീതിയായി തീർന്നു. മണിക്കൂർ കണക്കിന് അനുസ്മരണങ്ങളൊക്കെ പറഞ്ഞ് ആളുകൾ മരിച്ചു പോയ സഹോദരനായാലും സഹോദരിയായാലും പ്രായമുള്ളവരായാലും ഒക്കെ പുകഴ്ത്തി ഇങ്ങനെ പറയുന്നതിനൊക്കെ കേൾക്കാറുണ്ട്. ഞാൻ പലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്, നമ്മളിത് എന്തിനാണ് ഇത്രയധികം പുകഴ്ത്തുകയും ഇതൊക്കെ പറയുന്നതിൻ്റെ കാര്യം? നമ്മൾ വിലയിരുത്തുന്നത് ബാഹ്യമായ അവരുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ദൈവമാണ് ശരിയായി നമ്മുടെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നത്. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 1 കൊരിന്ത്യർ 3-ാം അധ്യായം, അവിടെ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 13, 14, 15 വാക്യം. ഇതോട് ചേർത്ത് സഭാപ്രസംഗിയുടെ പുസ്തകം അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം വാക്യം വായിക്കാം നമുക്ക്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. അവിടെ സഭാപ്രസംഗി പറയുന്ന വാചകം വളരെ ശ്രദ്ധേയമാണ്. അവിടെ ശ്രദ്ധിക്കുക, ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരും എന്ന് പറഞ്ഞാൽ, മനുഷ്യരുടെ മുമ്പിൽ ചിലപ്പോഴൊക്കെ നല്ല മിടുക്കനാണെന്നും കഴിവുള്ളവനാണെന്നും പല കാര്യങ്ങൾ ചെയ്യുന്നവനാണെന്നും ഒക്കെ നമുക്ക് പ്രശംസിക്കാനോ അല്ലെങ്കിൽ വിലയിരുത്താനൊക്കെ കഴിഞ്ഞേക്കും. എന്നാൽ അതിൻ്റെ പിന്നിൽ വ്യാപരിച്ച എന്താണ് അതിൻ്റെ ലക്ഷ്യമെന്നുള്ളതും ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തോ എന്നുള്ളതും സകല രഹസ്യങ്ങളോടുകൂടെ വിലയിരുത്തപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിലാണ്.
ഇത് നാം വായിച്ച വേദഭാഗത്ത് ഈ റോമാലേഖനത്തിൽ വായിച്ച ആ സ്ഥലത്ത് മാത്രമല്ല, കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർക്ക് 2-ാം ലേഖനത്തിൽ അതേ ആശയം ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെടാത്തവരുടെ കാര്യമോ? രക്ഷിക്കപ്പെടാത്തവരുടെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ ഭാഗം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വത്തിലേക്ക് കടന്നു വന്ന വിചാരം, നമ്മളൊക്കെ സാധാരണ വിചാരിക്കുന്നത് ഒരു വ്യക്തി രക്ഷിക്കപ്പെടാതെ മരിച്ചാൽ അവൻ നരകത്തിലേക്ക് പോകും. ശരിയാണ്. രക്ഷിക്കപ്പെട്ട ആളോ സ്വർഗത്തിലേക്ക് പോകും. നമ്മുടെ ചിന്ത അത്രയേ ഉള്ളൂ. എന്നാൽ അങ്ങനെയല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. എന്നാൽ സ്വർഗത്തിലേക്ക് പോകില്ല, നരകത്തിലേക്ക് പോകില്ല, അതല്ല ഞാൻ പറഞ്ഞത്. അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. രക്ഷിക്കപ്പെട്ട വ്യക്തി ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിന്ന് പ്രതിഫലങ്ങൾ പ്രാപിക്കുമ്പോൾ നാം കൊരിന്ത്യർ ലേഖനത്തിൽ വായിച്ചതുപോലെ ഒരു പ്രതിഫലവുമില്ലാതെ തീയിൽ കൂടെ രക്ഷപ്പെട്ട രീതിയിൽ സ്വർഗത്തിലേക്ക് എത്തി എന്നല്ലാതെ കാര്യമായ പ്രതിഫലമില്ലാത്ത അവസ്ഥയിലും ആകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ നരകത്തിലും നാം വിചാരിക്കുന്നത് നരകത്തിൽ പോയി. അങ്ങനെയല്ല. അവിടെയും ഏറ്റക്കുറച്ചിലേ ഉണ്ട്. നാം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം, അതിലെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്നും ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആകാരവൃതം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് വൃത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കെടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവരവന്റെ പ്രവർത്തികൾക്കെടുത്ത ന്യായവിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ വേദഭാഗം നമ്മളൊന്ന് ശ്രദ്ധയോടുകൂടി വായിക്കണം. അവിടെ വായിക്കുന്നത്, മരിച്ചവർ ആകാരവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. എന്താ ഈ പുസ്തകങ്ങൾ എന്ന് പറയുന്ന കാര്യം? മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങളുടെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള പുസ്തകങ്ങളാണിത്. നമുക്കറിയാം, നമ്മൾ പല കാര്യങ്ങൾ ചെയ്തതും നമുക്ക് പലതൊന്നും ഓർമ്മയില്ല. ചെയ്തതോ പ്രവർത്തിക്കാത്തതോ ആയ കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നതോ ഒക്കെ നമുക്ക് ഓർമ്മയില്ലാതെ പോയി. ഈ അടുത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് പ്രായമാകുന്നവർ ഓർമ്മപ്പിശകളൊക്കെ വന്നുകൊടുക്കും. എന്നാൽ ഇവിടെ പറയുന്നത് ദൈവം ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെ ശ്രദ്ധിക്കണം. ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം, പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം എന്ന് പറഞ്ഞാൽ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾക്കനുസരിച്ച് മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി എന്ന് പറഞ്ഞാൽ ആ ന്യായവിധിയിൽ, നരകത്തിലേക്ക് പോകുന്ന ന്യായവിധിക്കും ഏറ്റക്കുറച്ചിലുകളുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കി കഴിഞ്ഞിട്ടും മനഃപൂർവ്വം പാപം ചെയ്തവരും അവർക്ക് കഠിനമായ ശിക്ഷാവിധി ഉണ്ടായിരിക്കും. നാം മത്തായി സുവിശേഷം 11-ാം അധ്യായം വായിക്കുകയാണെങ്കിൽ അവിടെ കർത്താവ് അത്ഭുത പ്രവൃത്തികൾ ചെയ്ത കോരസീൻ, കഫർനഹൂം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പട്ടണങ്ങളെ ശാസിക്കുന്ന രംഗങ്ങളുണ്ട്. അപ്പോൾ അവിടെ പറയുന്ന വാക്കുണ്ട്, മത്തായി സുവിശേഷം 11-ാം അധ്യായം, അതിൽ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാം. മത്തായി സുവിശേഷം 11-ാം അധ്യായം, അതിൻ്റെ 23-ഉം 24-ഉം വാക്യം. നീയോ കഫർനഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? ഈ പാതാളം വരെ താണു പോകും. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോദോമിൽ നടന്നിരുന്നുവെങ്കിൽ അതിന്ന് വരെ നിൽക്കുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സോദോമിയുടെ നാട്ടിൽ സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയും. ഇവിടെ ഈ വാക്കിൻ്റെ പ്രയോഗം നമ്മുടെ ഭാഷാ പ്രയോഗത്തിൽ ബൈബിളിൽ എഴുതിയിരിക്കുന്ന രീതി അനുസരിച്ച് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള പ്രയോഗമാണ്. അതിൻ്റെ അർത്ഥം ശരിയായി ഇവിടെ എഴുതിയിരിക്കുന്നത് പറയുമ്പോൾ, കഫർനഹൂമിൽ കർത്താവ് വളരെയധികം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തനങ്ങളും ചെയ്തിട്ടാണ്. എന്നാൽ അവർ അതിന് മുമ്പ് നാം 20-ാം വാക്യം വായിക്കുമ്പോൾ പട്ടണങ്ങൾ മാനസാന്തരപ്പെടായാൽ അവരെ ശാസിച്ച് തുടങ്ങിയെന്നാണ് വായിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? സ്വർഗത്തോളം ഉയർന്നിരിക്കുന്നു,
നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോതോമിൽ നടന്നിരുന്നുവെങ്കിൽ, സോതോമിൽ നിന്ന് വന്ന ന്യായവിധി നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ തീയും ഗന്ധവും ആകാശത്ത് നിന്ന് വീണ് അത് ചാവുകടലായിട്ട് രൂപാന്തരപ്പെട്ടു എന്നൊക്കെ നാം വായിക്കുന്നുണ്ടല്ലോ. എന്നാൽ ഇവിടെ കാണുന്നത് നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ അവർ കണ്ടിരുന്നെങ്കിൽ അവർ മാനസാന്തരപ്പെട്ടേനെ. എന്നിട്ട് പറയുന്ന ന്യായവിധി ദിവസത്തിൽ അവരെക്കാൾ കഠിനമേറിയ ശിക്ഷാവിധിക്ക് നിങ്ങൾ പാത്രഭൂതരാണ്. ഇവിടെ സഹിക്കാവതാകുക എന്നൊക്കെ വാക്ക് പറയുമ്പോൾ നമുക്ക് ശരിയായിട്ട് അർത്ഥം മനസ്സിലാകുന്നില്ല. ശരിയായിട്ടുള്ള അർത്ഥം കഫർനഹൂമ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കേട്ടവരാണ്. ദൈവവചനം വളരെയധികം കേട്ടതാണ്. മാനസാന്തരപ്പെടാത്തതുകൊണ്ട് സോതോമിനേക്കാൾ കഠിനമായ ശിക്ഷാവിധിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നരകത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പല ഗ്രേഡിലുള്ള ശിക്ഷാവിധികൾ നമുക്കറിയാം. ശിക്ഷയ്ക്ക് വിധിക്കുന്ന നമ്മുടെ നാട്ടിലെ കോടതിയിൽ സാധാരണ തടവുണ്ട്, കഠിന തടവുണ്ട്, ഏകാന്ത തടവുണ്ട്, ചിലർക്ക് മരണശിക്ഷ വരെ കൊടുക്കുന്ന ശിക്ഷ. എല്ലാവരും ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണ്. ചിലർക്കൊക്കെ ഉള്ളിൽ ഈ ഒരു ജയിലിൽ അതിസുരക്ഷ ജയിലാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ആൾക്കാർ അവിടെ സന്ദർശകരെ അനുവദിക്കുന്ന സ്ഥലമല്ല. അതുപോലെ ഈ ശിക്ഷാവിധിയിൽ പാപം ചെയ്തു, അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിച്ചത്, അവരുടെ പ്രവൃത്തികൾക്ക് അടുത്താന്ന് പറഞ്ഞാൽ പ്രവൃത്തികൾക്ക് യോജിച്ചതായ ശിക്ഷാവിധി ഉണ്ടാകും. വെറുതെ നരകത്തേക്ക് ഇട്ടു, എല്ലാവരും നരകത്തിൽ പോയി എന്നുള്ള അർത്ഥത്തിലല്ല. ഈ കഫർനഹൂമിന് പറഞ്ഞതായ ശിക്ഷാവിധി പോലെ ശക്തമായ ശിക്ഷാവിധി ഉണ്ടായിരിക്കും. ഈ ബാലേഖനത്തിൽ നാം ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ, ഇവിടെ ക്ലാസ് എടുത്തതാണല്ലോ സഹോദരൻ, അവിടെ പറയുന്നുണ്ട് ദൈവികമായ കൃപയും അല്ലെങ്കിൽ ദൈവികമായ സന്ദേശവും കേട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും മാനസാന്തരപ്പെടാഞ്ഞാൽ പിന്നെ അവർക്ക് ഒഴികഴിവില്ല, അവർക്ക് ചുട്ടുകളകാത്ര അവസാനം എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായ ശിക്ഷാവിധിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഞാൻ പറയുന്നത് ഈ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പുസ്തകങ്ങൾ ഓരോ വ്യക്തിയെയും ന്യായാസനത്തിന് മുമ്പിൽ വരുത്തി, വെള്ളസിംഹാസനത്തിന് മുമ്പിൽ വരുത്തിയിട്ട് കർത്താവായ യേശു ക്രിസ്തു ന്യായാധിപനായിട്ട് അവിടെ ഇരുന്നപ്പോൾ ഓരോ വ്യക്തിയോടും ഈ ജീവിത ചരിത്രം, അവൻ്റെ ജീവചരിത്രം വായിച്ച് കേൾപ്പിക്കുകയാണ്. നിന്റെ മനസാക്ഷി നിന്നെ കുറ്റപ്പെടുത്തിയിട്ടും നീ അത് ചെയ്തു, സുവിശേഷം കേട്ടിട്ടും നീ വിശ്വസിച്ചില്ല, നീ അതിനെ പരിഹസിച്ചു അല്ലെങ്കിൽ ഉപദ്രവിച്ചു, നിനക്ക് കഠിനമായ ശിക്ഷാവിധിയാണ്. എന്നാൽ അതേസമയം വളരെ ലളിതമായി കാര്യങ്ങളൊന്നും ശരിയായി മനസ്സിലാക്കാതെ കർത്താവിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമുള്ളവർക്ക് ആ നരകത്തിൽ തന്നെയാണെങ്കിൽ തന്നെ അവിടെ പല റേഞ്ചിലുള്ളതായ ഗ്രേഡിലുള്ള ശിക്ഷാവിധി. അത് കാരണം അവന് ഉത്തരവാദിത്വം കൂടുതലാണ്. അതുകൊണ്ട് നാം ഒരു കാര്യം മനസ്സിലാക്കണം, ക്രിസ്തീയ മണ്ഡലത്തിൽ നാം വേർപെട്ട ദൈവമക്കൾ എന്ന നിലയിൽ ജീവിക്കുമ്പോൾ, ശരിയായ ഉപദേശങ്ങൾ നാം കേട്ട് മനസ്സിലാക്കുമ്പോൾ, കർത്താവിനെ സന്തോഷിതമായി സ്വീകരിച്ചു ദൈവമക്കളാണ് എങ്കിൽ കൂടെ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ ദൈവവചനം അറിയാത്തവരും അല്ലെങ്കിൽ വേണ്ടത്ര ഗ്രഹിക്കാത്തവരുമായവർക്ക് ഉള്ള ഒഴുകഴിവ് പോലെ നമുക്കൊരു ഒഴുകഴിവില്ല. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിച്ച് കേൾപ്പിച്ചു തരാം. തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം, അത് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു സാക്ഷ്യമാണ് തൻ്റെ ജീവിതത്തെക്കുറിച്ച്. 1 തിമോഥെയോസ് 1-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. മുമ്പേ ഞാൻ ദോഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു, എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. ശ്രദ്ധിക്കുക, പൗലോസ് വളരെ ദോഷം ചെയ്തവനാണ്, ഉപദ്രവിയാണ്, നിഷ്ഠൂരനാണ്, തൻ്റെ സ്വന്തം വാക്കുകളാണ്. എന്നിട്ട് പറയുകയാണ് അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും ഘോരമായ കുറ്റങ്ങൾ ചെയ്ത പൗലോസിനെ അല്ലെങ്കിൽ ശൗലിനെ ദൈവം കഠിനമായ ശിക്ഷയ്ക്ക് വിധേയനാക്കേണ്ടതാണ്. എന്നാൽ അവനോട് കരുണ കാണിച്ചു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അറിയാതെ അവിശ്വാസത്താൽ ചെയ്തു പോയതാണ്. അപ്പോസ്തലനായ പത്രോസ് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ചെയ്യുന്ന ഒരു പ്രസംഗത്തിൽ ഒരു പറയുന്ന വാചകം, അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം
മുടന്തിനെ സൗഖ്യമാക്കിയതിന് ശേഷം ഉണ്ടായ പ്രശ്നങ്ങൾ അധികരിച്ച് പറയുന്ന പ്രസംഗമാണ്. അതിലവിടെ 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ പ്രമാണികൾ എന്ത് ചെയ്തു? അറിയായ്മ കൊണ്ട്. അതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് അംഗീകരിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ മനസ്സിലാക്കാതെ മശീഹയാണെന്ന് അംഗീകരിക്കാൻ കഴിയാതെ പോയത് അവരെ അറിവില്ലായ്മ കൊണ്ടാണ്. അതുകൊണ്ട് ദൈവം അവർക്കൊരു അവസരം കൂടി കൊടുക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെടണം. പത്രോസ് പിന്നെ അവരോട് പറയുകയാണ്, നിങ്ങൾ ചെയ്തു പോയി, ശരിയാണ്, നിങ്ങൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്, നിങ്ങൾ മാനസാന്തരപ്പെടാം. ഇങ്ങനൊരു അവസരം കൂടി ദൈവം നിങ്ങൾക്ക് നൽകുന്നു. പൗലോസ് അതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ട് അവിടെ നിൽക്കുകയാണ്. ഈ പൗലോസിൻ്റെ ആ സാക്ഷ്യവാചകങ്ങൾ ഞാൻ പലപ്പോഴും ഇവിടെ പലരുടെയും സാക്ഷ്യം കേൾക്കുമ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്. ആ വാക്യം 12-ാം വാക്യം, പക്ഷേ എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു എന്നൊക്കെ വളരെ അഭിമാനത്തോടുകൂടെ സാക്ഷ്യം പറയുന്നതായിട്ട് ഞാൻ പലരും കേട്ടിട്ടുണ്ട്. അത് ഒന്നിലധികം പേര് പറയുന്നത് ഞാൻ കേട്ടു. ഇവിടെ പൗലോസ് പറഞ്ഞാൽ അതൊന്നുമില്ല. ശുശ്രൂഷയ്ക്കാക്കാൻ തക്കണം വിശ്വസ്തനായതുകൊണ്ട് അവനെ ഏറ്റെടുത്തു എന്നല്ല അതിൻ്റെ അർത്ഥം. ഇത്രയും കഠിനനായ ഘോരമായ പാപം ചെയ്തിട്ടും കരുണ എനിക്ക് ലഭിച്ചിട്ട് എന്നെ നീ വിശ്വസ്തനായി തീരും എന്ന്, വിശ്വസ്ത എന്നെ സേവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ ശുശ്രൂഷയ്ക്കാക്കിയതുകൊണ്ടാണ് ഞാൻ എന്നെ സ്തുതിക്കുന്നത്. അതാണ് പൗലോസ് പറഞ്ഞ ആശയം. അപ്പോൾ അവിടെ പറയുന്ന ആശയം അറിയാതെ ചെയ്തതുകൊണ്ട്, അവിശ്വാസത്താൽ അറിയാതെ ചെയ്തുകൊണ്ട് ദൈവം ഒരവസരം നൽകി. അപ്പോൾ മനഃപൂർവ്വമായി ചെയ്യുന്ന പാപങ്ങളും അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന പാപങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലാ കാര്യങ്ങളും എബ്രായ ലേഖനത്തിൽ അതാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടും മനഃപൂർവ്വം ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ധിക്കരിച്ചാൽ അവിടെ ഒഴിവില്ല, അവിടെ ശിക്ഷാവിധി മാത്രമേ ഉള്ളൂ. എന്നാൽ പൗലോസിനെ പോലെ, യഹൂദന്മാരുടെ നേതാക്കന്മാരെ പോലെ അറിവില്ലായ്മ കൊണ്ട്, കാര്യങ്ങൾ യഥാർത്ഥം തിരിച്ചറിയാത്തത് കൊണ്ട്, ചെയ്തതുകൊണ്ട് ദൈവം അവരോട് കരുണ കാണിച്ച് പിന്നെയും ഒരു അവസരം കൂടെ അവർക്ക് നൽകി. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഉത്തരവാദിത്വത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യണം. അത് വിശ്വാസികളായാലും അവിശ്വാസികളായാലും നമ്മുടെ ഈ ഉത്തരവാദിത്വത്തിൻ്റെ കണക്ക് നോക്കുന്ന ഒരു സമയമുണ്ട്. ആ കണക്ക് കൊടുക്കുന്ന സമയത്ത് നാം മറന്നുപോയാലും, നാം ചിലപ്പോൾ മറന്നുപോയി അല്ലെങ്കിൽ വിസ്മരിച്ചു പോയി, പക്ഷേ ദൈവം അത് മറക്കുന്നില്ല. അതെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പുസ്തകങ്ങൾ തുറന്ന്, നാം വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന പുസ്തകങ്ങൾ തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ളതായ കഠിനമേറിയ ന്യായവിധി ചിലർക്കൊക്കെ ലഭിക്കാനായിട്ട് പോകും. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് പാപക്ഷമ ഇത്രയും ഗൗരവമായ വിഷയമായിട്ട് മാറിയത്. ഇത്രയും ഉത്തരവാദിത്വത്തോടുകൂടെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടും അതിനെ അവഗണിച്ച് നാം മുമ്പോട്ട് പോകരുത് എന്നുള്ളതുകൊണ്ടാണ് ദൈവവചനം ഇത് പറയുന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവിൻ്റെ ക്രൂശ് മരണം അനിവാര്യമായി തീർന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതിലൂടെ മാത്രമേ പൂർണ്ണനായ ഒരു വ്യക്തിക്ക് മാത്രമേ, പാപത്തിന് ലവലേശം മാലിന്യമില്ലാത്ത ഒരു വ്യക്തിക്ക് മാത്രമേ പാപപരിഹാരം വരുത്തുവാൻ കഴിയുമായിരുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ആശയം. ഇതിനെ തുടർന്നുള്ള ഭാഗങ്ങൾ ദൈവം വെച്ചാൽ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്.